എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന ഈ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം എളുപ്പ വഴിയിൽ അല്ലെങ്കിൽ സിമ്പിൾ ട്രിക്കിലൂടെ എങ്ങനെയാണ് പഠിക്കാമെന്ന് നമ്മൾ ഈ വീഡിയോ ഫുൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക. അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നിങ്ങളുടെ USS പിള്ളേർക്ക് വേണ്ടി. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. എന്തിനാണ് ആ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ, ഇനി ലൈവ് ക്ലാസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൽ പറയാം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് അതിലൂടെ നിങ്ങൾക്ക് അയച്ചു തരാം. എല്ലാം അങ്ങ് വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഇഷ്ടമുള്ളവർ ജോയിൻ ചെയ്യുക. വെറുതെ വന്ന് അലയ്ക്കാനായിട്ട് വരരുത്. എല്ലാവരും ഇഷ്ടത്തോടു കൂടി വരിക, പഠിക്കാനായി മാത്രം വരിക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ചോദ്യങ്ങളിലൂടെ പഠിച്ച് ആ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ആൾജിബ്ര അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബീജഗണിതം അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ എഴുതുന്നു. അതാണ് ഈ ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ആൾജിബ്രായിക് ഫോം? മീൻസ് അക്ഷരങ്ങളിലൂടെ എഴുതുന്നു. എക്സും വൈയും ഒക്കെ എടുത്ത് ആരുടെ ആൾജിബ്രായിക് ഫോമാണ് കണ്ടുപിടിക്കേണ്ട, ആരുടെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ദ സം ഓഫ് ടു ഡിഫറൻറ്റ് നമ്പേഴ്സ് if 2 is subtracted from them. രണ്ട് സംഖ്യകളുടെ സമ്മിൽ നിന്നും 2 is subtracted എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ മലയാളം നോക്കുക, രണ്ട് വ്യത്യസ്ത സംഖ്യകളുടെ തുകയിൽ നിന്നും 2 കുറച്ചാലുള്ള ബീജഗണിത രൂപം. നോക്ക്, വ്യത്യസ്ത സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം വ്യത്യസ്ത സംഖ്യ. അതുകൊണ്ട് ഇത് വ്യത്യസ്തമാണോ? അല്ല. എം വന്നേക്കുന്നത്. ഒരിക്കലും ഇത് ആൻസർ വരൂലെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം. എന്തുകൊണ്ട്? എമ്മും എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത സംഖ്യ ആവില്ല, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ആവില്ല. ഈ രണ്ട് ഡിഫറെൻറ്റ് നമ്പറിൻ്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ സമ്മ അല്ലെങ്കിൽ തുക എന്നാ പറഞ്ഞത്. അപ്പോൾ രണ്ട് വ്യത്യസ്ത നമ്പറിന്റെ തുകയിൽ നിന്നും 2 കുറച്ചാൽ എന്ന കൃത്യരൂപം ദാ ഈ ഓപ്ഷൻ ബി അല്ലേടാ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഇനി പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ എം എന്ന് പറയുന്ന സംഖ്യയും എൻ എന്ന് പറഞ്ഞ സംഖ്യ എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും 2 കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എഴുതിയേക്കുന്ന വാചകത്തിൻ്റെ നമ്മുടെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം ഏതാണ്? ഓപ്ഷൻ ബി ആകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. ഇച്ചിരി വലിയ ചോദ്യമാണ്. ജസ്റ്റ് ഈ പാഠം മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റൊരു പാഠത്തെക്കുറിച്ചും കൂടെ അറിയണം. നോക്കിയോ, if the average of 5 consecutive odd number is a എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഒറ്റ സംഖ്യകളുടെ എങ്ങനെ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. ആവറേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് ആവറേജ് അല്ലെങ്കിൽ ശരാശരി. ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നോക്ക്, ഇപ്പോൾ 1ഉം 2ഉം 3ഉം 4ഉം എന്ന് പറഞ്ഞ 4 സംഖ്യ. ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവറേജ് കിട്ടും. ഇതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒറ്റ സംഖ്യകളുടെ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ആവറേജ് അല്ലെങ്കിൽ ശരാശരി എത്ര തന്നിട്ടുണ്ട്? എ എന്ന് തന്നിട്ടുണ്ട്. എ എന്ന അക്ഷരം ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയി പോയതാണ്, ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇത് സ്മാൾ ലെറ്റർ ആക്കിയേക്കാം മക്കളെ. ഇത് ക്യാപിറ്റൽ ലെറ്റർ അല്ല, സ്മാൾ ലെറ്റർ തന്നെയാണ്. ഓക്കെയാണ്. എ ആണ് ആവറേജ്. ആയാൽ ആ ശ്രേണിയിലെ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ശ്രേണിയിലെ വലിയ സംഖ്യ. അപ്പോൾ എത്ര സംഖ്യ ഉണ്ട് അവിടെ? 5 സംഖ്യ ഉണ്ട്. അതിൻ്റെ ആവറേജ് ആരാണ്? എ ആണ്. അപ്പോൾ അതാ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. നോക്കടാ, നമ്മുടെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. ഇത്ര എഴുതുമ്പോൾ 5 ഒറ്റ സംഖ്യ നോട്ട്. 1, 2, 3, 4, 5 കണ്ടോ? തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളായി കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഓഡ് നമ്പർ എഴുതി. ഇത് തമ്മിൽ കൂട്ടി എന്ത് ചെയ്യാണ്? അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 5ആണ്. കിട്ടുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത്. ആവറേജ് അല്ലെങ്കിൽ ശരാശരി. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് 1, 3, 5, 7, 9 കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണമായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒറ്റ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് കൃത്യം സെൻറ്ററിൽ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്തായാലും ആൻസർ എന്ന് പറയുന്നത് 5 ആയിരിക്കും, ഒരു ഡൗട്ടും വേണ്ട. മീൻ സെൻറ്ററിൽ വരുന്ന സംഖ്യയാണ്.
ഓക്കെയാണ്. അപ്പോൾ ഇനി ഇതുപോലൊന്ന് ചിന്തിച്ചേ, ഇവിടെ ഏതോ 5 സംഖ്യയുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്, ഇതാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഏതോ 5 ഒറ്റ സംഖ്യയുണ്ട്. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 5ൻ്റെ സ്ഥാനത്ത് എ എന്ന ആൻസർ വരണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ നടുക്കത്തെ സംഖ്യ എന്തായിരിക്കും മക്കളെ? എ ആയിരിക്കും. കണ്ടോ, ആവറേജ് ആ 5 സംഖ്യകളിലെ നടുക്കത്തെ സംഖ്യ 5 സംഖ്യ ഉണ്ട്. ഇങ്ങോട്ടേക്ക് 2 എണ്ണം കാണും, ഇങ്ങോട്ടേക്ക് 2 എണ്ണം കാണും. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഈ 5 ഒറ്റ സംഖ്യകളുടെ ആവറേജ് ആണ് എ. കണ്ടോ, ഇപ്പോൾ മനസ്സിലായി, ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. ഒറ്റ സംഖ്യകളെല്ലാം കൂടി കൂട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 എന്ന ഉത്തരം കിട്ടിയതുപോലെ ചിന്തിക്കുക. നടുക്കത്തെ സംഖ്യ എന്താണ്? എ ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ഇനി എന്തോ നമ്മളോട് ചോദിച്ചത് എന്തുവാണ്? അതിലെ ആ ശ്രേണിയിലെ ഏറ്റവും വലിയ സംഖ്യ ഇവിടെ അല്ലേ വരത്തുള്ളൂ, ഇവിടെ അല്ലേ ഏറ്റവും വലിയ സംഖ്യ വരത്തുള്ളൂ. അപ്പോൾ ആ വലിയ സംഖ്യ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിച്ചു. അപ്പോൾ ഇത് ഏത് സംഖ്യ ആയിരിക്കും? ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ നോക്കി, ഇവിടെ 5 എഴുതി, അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് എ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എ പ്ലസ് എന്തെന്ന് എഴുതണം? 2 എന്ന് എഴുതണം. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി? എ പ്ലസ് 2 എന്ന് എഴുതിയത് നോക്കി, ഇവിടെ 5 ആകുമ്പോൾ തൊട്ടപ്പുറത്തെ സംഖ്യ 7 ആണ്. എന്ന് വെച്ചാൽ 2 കൂട്ടി പറയണം. എന്തൊരു സംഖ്യയാണ്? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ തൊട്ടപ്പുറത്തെ സംഖ്യ എന്ന് പറഞ്ഞപ്പോൾ എ പ്ലസ് 4 ആയിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 5ാമത്തെ സംഖ്യയാണ്, അല്ലെങ്കിൽ എ പ്ലസ് 4 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. ഓക്കെയാണ്. ഇച്ചിരി വലുപ്പമുണ്ട്, ചിലപ്പോൾ ഒന്ന് മനസ്സിലായി കാണത്തില്ലായിരിക്കും, പക്ഷെ ഒന്നും കൂടെ ഒന്ന് കേട്ടാൽ മതി. എന്താണ് ആവറേജ്? ഒറ്റ സംഖ്യയുടെ ആവറേജ് നടുക്ക് വരുന്ന സംഖ്യയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ നടുക്ക് വരുന്ന സംഖ്യ എ ആണ്. അതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ 5ാമത്തെ സംഖ്യയാണ്. അതാരായിരിക്കും? എ പ്ലസ് 4. സെറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അവിടേക്ക് ചോദ്യങ്ങളൊക്കെ അയച്ചു തന്ന് നിങ്ങളുമായിട്ട് സപ്പോർട്ടീവായിട്ട് നമുക്ക് നിൽക്കാം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ചോദ്യം എന്തോ മക്കളെ? 3 ബ്രാക്കറ്റിനകത്ത് m+n. ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തുവാണ്? 3 × m+n എന്ന് പറയുന്ന ഒരു ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊരു ബീജഗണിത രൂപമാണ്. ആ ബീജഗണിത രൂപത്തിൻ്റെ വാചകമായിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. 3 × m+n എന്ന് പറയുന്നത് സം ഓഫ് 2 നമ്പർ പ്ലസ് 3 എന്നാണോ? ഇവിടെ +3 ആണോടാ? അല്ല, × 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 1 അല്ല ആൻസർ. 2 സംഖ്യയുടെ തുകയോട് 3 കൂട്ടിയത് അല്ല, 3 ഒരിക്കലും കൂട്ടിയിട്ടില്ല. 3 കൂട്ടിയിട്ടുണ്ടോ? ഇവിടെ 3 കൂട്ടുവാണോ? കൂട്ടുവാണെങ്കിൽ പ്ലസ് വന്നേനെ. അപ്പോൾ അതല്ല, ഓപ്ഷൻ 1 അല്ല. ഇനി 3 × 1 നമ്പർ പ്ലസ് അനദർ നമ്പർ. 3 × 1 നമ്പർ, ഒരു നമ്പറിൻ്റെ 3 മടങ്ങിനോട് അനദർ നമ്പർ കൂട്ടേണ്ട. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് മറ്റൊരു സംഖ്യ കൂട്ടിയതല്ല. അടുത്ത് 2 സംഖ്യകളുടെ തുക നോക്കണേ. 3 × ദ സം ഓഫ് 2 നമ്പർ. കണ്ടോ, സം ഓഫ് 2 നമ്പർ, എമ്മും എന്നും 2 നമ്പർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് 2 നമ്പറിൻ്റെ കൂടെ അതിൻ്റെ 3 ടൈംസ്. കണ്ടോ, 3 × ആണ്. കണ്ടോ, 3 ബ്രാക്കറ്റിനകത്തിട്ട് അതിൻ്റെ അർത്ഥം എന്താ? 3 ടൈംസ് എന്നാണ്, അല്ലെങ്കിൽ 3 മടങ്ങാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആ വാചകം ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വേറൊന്നും പറയുന്നില്ല, ഓപ്ഷൻ സി ആണ് ഈ എഴുതിയേക്കുന്ന ആൾജിബ്രായിക് ഫോമിൻ്റെ വാചകം. കേട്ടോ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾക്ക് വരാം. നിങ്ങൾ തെറ്റിക്കാതിരുന്നാൽ മതി, പഠിച്ചു മനസ്സിലാക്കി പോയാൽ മതി. അടുത്ത ചോദ്യം. ഇപ്പോൾ തന്നിരിക്കുന്ന ചോദ്യം നോക്കുക, വയസ്സുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ കൊള്ളാവുന്ന ഒരു നല്ലൊരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക. നീന, 2 പേരുണ്ട്. നീനയുമുണ്ട് മന്യയുമുണ്ട്, 2 പേര്. നീനയ്ക്ക് മന്യേക്കാൾ 13 വയസ്സ് കൂടുതലാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നീനയ്ക്ക് മന്യേക്കാൾ 13 വയസ്സ് കൂടുതലാണ്. അപ്പം നീന എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? മന്യേയും കാട്ടിയും 13 വയസ്സുണ്ട്. അപ്പം മന്യയുടെ വയസ്സിൻ്റെ കൂടെ 13 കൂട്ടുമ്പോൾ ആരെ കിട്ടും? നീനയെ കിട്ടും. അപ്പോൾ ഈ എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നും അത് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ വാചകം വായിച്ച് അത്രയും കിട്ടി. ഇനി 2 പേർക്കും കൂടി ആകെ 59 വയസ്സുണ്ട്. 2 പേർക്കും കൂടെ മീൻസ് ആരാണ് നിങ്ങൾക്കറിയാം? നീനയുടെ വയസ്സും അത് കണക്ക് മന്യ. ഞാൻ വയസ്സൊന്നും എഴുതുന്നില്ലേ. നീനയുടെ വയസ്സ് പ്ലസ് മന്യയുടെ വയസ്സ് കൂട്ടിയാൽ എത്ര കിട്ടും? 59 കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എങ്കിൽ നീനയുടെ വയസ്സ് എത്ര? അയ്യോടാ, ഇതെങ്ങനെ ചെയ്യുമല്ലേ? നിങ്ങളെല്ലാവരും 7ാം ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്കിത് സിമ്പിളാണ്. ചോദ്യത്തിൻ്റെ ഒരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 2ഉം കൂടെ കൂട്ടിയാൽ എത്ര വരണം? 59 വരണം. അതോടൊപ്പം നീനയുടെ വയസ്സെന്ന് പറഞ്ഞാൽ മന്യയുടെ വയസ്സേയും കാട്ടിയും 13 കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊന്നിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പല സംഖ്യ നീനയ്ക്കും കൊടുക്കാം, മന്യയ്ക്കും കൊടുക്കാം, അങ്ങനെയൊക്കെ കിട്ടും. അത് കുറേ സമയം പോകുന്ന ഒരു പരിപാടിയാണ്. ചോദ്യം
ആദ്യം മനസ്സിലായല്ലോ, നീനയ്ക്ക് മന്യയേക്കാൾ 13 വയസ്സ് കൂടുതലാണ്. അതോടൊപ്പം നീനയുടെയും മന്യയുടെയും വയസ്സ് കൂട്ടിയാൽ 59 ആകുന്നു. ഓക്കെയാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായി. അങ്ങനെയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ മക്കളെ. ആദ്യ വരി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ മന്യയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന നീനയുടെ വയസ്സെന്ന് പറഞ്ഞാൽ മന്യയുടെ 13 കൂട്ടുന്ന. അപ്പം നീനയുടെ വയസ്സിൽ നിന്ന് മന്യയുടെ വയസ്സ് കൂട്ടിയാൽ എന്തായാലും എക്സ്ട്രാ 13 ബാക്കി വരും. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തതിൽ നിന്നും ഇതും കൂടെ എഴുതി വയ്ക്കാം. നീനയുടെ വയസ്സിൽ നിന്ന് മന്യയുടെ വയസ്സ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 13 ആണ്. ഓക്കെയാണ്. അപ്പോൾ കുറച്ചാൽ 13 കിട്ടുന്ന സംഖ്യ, അതോടൊപ്പം കൂട്ടിയാൽ 59. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഓക്കെയാണ്. ഇപ്പം ഈ പച്ച കളറിൽ അടിച്ച ഭാഗം വായിച്ചാൽ എന്ത് മനസ്സിലാവും? നീനയുടെയും മന്യയുടെയും വയസ്സ് കൂട്ടിയാൽ 59, നീനയുടെയും വയസ്സും തമ്മിൽ, നീനയുടെയും മന്യയുടെ വയസ്സും തമ്മിൽ കുറച്ചാൽ എത്ര? 13. അപ്പോൾ ഇത് രണ്ടും വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഇതിൽ നിന്നും ഏറ്റവും വയസ്സ് കൂടിയത് ആരാണ്? നീനയാണ്. ഏറ്റവും വയസ്സ് കൂടിയത് ആരാണ്? നീന. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നീനയുടെ വയസ്സാണ്. അപ്പം മനസ്സിലാക്കുക, എളുപ്പവഴി ഇങ്ങനെയാണ്. നീനയുടെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നീനയുടെ വയസ്സ് വലിയ വയസ്സ്, ആരെയും കാട്ടിയും വയസ്സ് കൂടുതലാണ്, മന്യയും കാട്ടിയും കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയാണ് കണക്ക് വന്ന് നിൽക്കുന്നതെങ്കിൽ, കുറയ്ക്കുമ്പോൾ 13, കൂട്ടുമ്പോൾ 59, ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 59 എന്ന രൂപം, അതാണ് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 13 എന്ന രൂപം. എന്തോ ആയിക്കോട്ടെ, ഇത് ഞാൻ ഒന്ന് ഐഡിയക്ക് വേണ്ടി പറഞ്ഞു. 2 സംഖ്യ കൂട്ടിയാൽ 59, 2 സംഖ്യ കമ്മി കുറച്ചാൽ 13. ഈ രൂപത്തിലാണ് നിങ്ങളുടെ മാത്സിലെ കണക്കുകൾ വന്ന് നിൽക്കുന്നതെങ്കിൽ, അവിടെ ആ വലിയ വയസ്സ് അല്ലെങ്കിൽ വലിയ ആളിനെ കണ്ടുപിടിക്കാൻ ആ 59ഉം 13ഉം കൂടെ കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെയാണ്. ഈ കിട്ടുന്ന ഉത്തരം തമ്മിൽ കൂട്ടണം. ഇത് രണ്ടും കൂടെ കൂട്ടണം, കണ്ടല്ല, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള എളുപ്പ വഴിയുണ്ടെന്ന് മനസ്സിലാക്കുക. 9 3 12 1, 72ന്റെ പകുതി എന്ന് കിട്ടും. 72ന്റെ പകുതി 36 വയസ്സാണ് നീനയ്ക്കുള്ളത്. നീനയുടെ വയസ്സ് എത്ര? 36. സെറ്റാണ്. ഇനി അഥവാ പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ വയസ്സ് കുറഞ്ഞ ആളായിട്ടുള്ള നമ്മുടെ മന്യയുടെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ സിമ്പിളായി മനസ്സിലാക്കുക, 59ൽ നിന്ന് 13 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ 9 3 6, 46ന്റെ പകുതി വരും. 46ന്റെ പകുതി എത്ര? 23. കണ്ട, ഈ 2 വയസ്സൂടെ കൂട്ടി എത്ര കിട്ടുകയും ചെയ്യും? 59 കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇത് മനസ്സിലാക്കിയാൽ മതി. നീനയുടെ വയസ്സ് 36 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ രീതി. ഇത് പഠിച്ചു വെച്ചേക്കുക. ഇതൊന്നും അല്ല നമ്മളത്തെ ഇന്നത്തെ വീഡിയോയിലെ ട്രിക്ക്. ഇതല്ല ട്രിക്ക്, ഇത് നിങ്ങൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ട്രിക്കാണെന്ന് ഓർത്തു വെച്ചാൽ മതി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. എന്തോ ചോദ്യം? അല്ല, അടിപൊളി ചോദ്യം. ഇഫ് 2/3 ഓഫ് എ നമ്പർ, ഏതോ ഒരു സംഖ്യ ഉണ്ട്, എനിക്കറിഞ്ഞൂടാ, ഏതോ ഒരു സംഖ്യ വന്നാൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഏതോ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്തെന്നെടുക്കും? എക്സ്. ആ സംഖ്യയുടെ, കണ്ടോ, ഒരു സംഖ്യയുടെ 2/3. അപ്പോൾ ഒരു സംഖ്യ എക്സ് ആണ്, അതിൻ്റെ 2/3 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ഇൻറ്റു എന്ത് ചെയ്യണം? 2/3 എന്ന് എഴുതണം. എക്സ് ഇൻറ്റു 2/3. എക്സ് ഇൻറ്റു 2/3 എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 96 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സംഖ്യയുടെ 2/3 ഭാഗം എത്രയാണ്? 96. 2/3 ഓഫ് എ നമ്പർ ഈസ് 96. 2/3 ഓഫ് എ നമ്പർ ഈസ് 96. അങ്ങനെയാണെങ്കിൽ നമ്പർ കിട്ടത്തില്ലയോ? നമ്പർ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് നമ്പറാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, ആ നമ്പറിൻ്റെ 25% ആണ് കണ്ടുപിടിക്കുന്നത്. ആ സംഖ്യയുടെ 25%. അപ്പോൾ ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ ഇന്നലത്തെ വീഡിയോയിലും ഞാൻ എളുപ്പവഴി പറഞ്ഞു തന്നായിരുന്നു. എന്തുവാ? ഈ ഇൻറ്റു 2/3 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവുന്ന പഠിപ്പിച്ചേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ട് പഠിക്കുന്നവർക്ക് അറിയാം. അല്ലാതെ വെറുതെ വരുന്ന എൻ്റെ പിള്ളേർ പറ്റത്തില്ല. പഠിച്ചേ പറ്റൂ USS കിട്ടണമെങ്കിൽ. പറയടാ, ഇൻറ്റു 2/3 അപ്പുറത്ത് പോകുമ്പോൾ എന്താവുന്ന പഠിപ്പിച്ചേ? 96 ഇൻറ്റു എന്ന് തന്നെ ഇടുക. പക്ഷെ 2/3 എന്തായിട്ട് മാറും? 3/2 ആവുമെന്നൊക്കെ ഇന്നലെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പഠിക്കുക, എല്ലാവരും പഠിക്കുക, അത്രേ പറയാനുള്ളൂ. ഓക്കെയാണ്. അപ്പോൾ ഇത്രയും കിട്ടും. ഇനി നിങ്ങൾക്കറിയാം 96 ഉണ്ട്, 2 ഉണ്ട്. നമുക്ക് ഡിവൈഡ് ചെയ്തുകൂടെ? ഏതാണ്ട് ഈ 2ഉം 96 തമ്മിൽ വെട്ടിയാൽ എത്ര വരും നിങ്ങൾക്കറിയാം? 2ഉം 96 തമ്മിൽ വെട്ടിയാൽ നമുക്ക് എത്ര കിട്ടൂടാ? 2ഉം 96 വെട്ടിക്കഴിഞ്ഞാൽ 4 2 8, 48 എന്ന ഉത്തരം കിട്ടും. 48 ഇൻറ്റു 3 കിട്ടും. അപ്പോൾ 8 3 24, 2 ഇഷ്ടം 144 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് 144. അല്ലെങ്കിൽ സംഖ്യ ഏതാണ്? ഈ ക്വസ്റ്റ്യനിലെ സംഖ്യ കിട്ടി 144. പക്ഷേ നമുക്ക് ഈ സംഖ്യ അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ടുകൂടി 25%, അതിൻ്റെ 25%. അതും ഞാൻ പഠിപ്പിച്ചു. പെർസെൻറ്റേജ് എന്ന വീഡിയോയിൽ ഈ ഇടയ്ക്കിട്ട ഇന്നലെ ഇട്ട വീഡിയോയിൽ പെർസെൻറ്റേജ് എന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമ്മൾ പഠിച്ചു 144ൻ്റെ 25% കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 144 ഇൻറ്റു എന്ത് ചെയ്യണം? 25/100 എന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. 25/100 എന്ന് കണ്ടാൽ ഞെട്ടയൊന്നും വേണ്ട. നിങ്ങൾക്കറിയാം 25ഉം 4ഉം
തവണയാണ് 100. അപ്പോൾ എങ്ങനെ എഴുതാം? 144 ഇൻറ്റു 1/4 എന്ന് എഴുതാം. 1/4 എന്ന് എഴുതാം. കണ്ടല്ലോ, 25/100 എത്ര? 1/4 അല്ലേ? 25 4 വട്ടം ഗുണിച്ചാൽ 100 കിട്ടത്തില്ലേ? അപ്പോൾ 25 4 വട്ടം മീൻസ് ഇവിടെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 25 25 ഡിവൈഡ് ചെയ്താൽ 1, 25 100 ഡിവൈഡ് ചെയ്താൽ ഉത്തരം 4. അപ്പോൾ 1/4. ഏറ്റവും കൂടുതൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന ആൾജിബ്ര എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യമാണ് മക്കളെ ഈ കൊടുത്തിരിക്കുന്നത്. ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ കാണത്തില്ലേ? അപ്പോൾ ആ കൺഫ്യൂഷൻ ഉള്ളവർ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതനുസരിച്ച് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയോ എന്നും പറയാനായിട്ട് മടിക്കാതിരിക്കുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ഇടാടാ, ഞാൻ ഒന്നും പറയത്തില്ല, എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. നിങ്ങളെ ഒന്നും കാണാൻ പോലും കഴിയുന്നില്ല, ജസ്റ്റ് ഞാൻ ആ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നു, നിങ്ങൾ വീഡിയോ കാണുന്നു, കുറച്ച് പേരൊക്കെ കമൻറ്റ് പറയുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യത്തില്ല, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ലയോ എനിക്കറിയില്ല, എന്തായാലും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ തന്നിരിക്കുന്നതാണ് ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ എന്താ ചോദ്യം എന്നുണ്ട്? താഴെ തന്നിരിക്കുന്നവയിൽ x മൈനസ് y മൈനസ് എന്നിന് തുല്യമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം തെറ്റിച്ച് കളയരുത്, വായിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. x മൈനസ് y പ്ലസ് ഇസഡിന് തുല്യമല്ലാത്തത്. അപ്പോൾ തുല്യം ആയിട്ടുള്ള 3 എണ്ണം ഉണ്ട്, തുല്യമല്ലാത്തത് എത്ര എണ്ണേ കാണൂ? ഒരെണ്ണേ കാണൂ. ഈ ഓപ്ഷനിൽ എത്ര എണ്ണേ തുല്യമല്ലാത്തത് കാണൂ? ഒരെണ്ണേ കാണൂ, ബാക്കിയെല്ലാം തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ തുല്യമുള്ളതും അല്ലാത്തതൊക്കെ ചെയ്തു നോക്കി നമ്മൾ കണ്ടുപിടിക്കണം. അല്ല, ഇത് എങ്ങനെയാടാ കണ്ടുപിടിക്കണേ? ഹൗ ഈസ് ഇറ്റ്? എങ്ങനെയാണ്? കാണാതെ പഠിച്ചു വെച്ചേക്കുവാണ് എല്ലാവരും കാണാതെയാണോ ഈ ഇക്വേഷൻ പഠിച്ചത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇതുപോലെ തന്നെ ഇതുപോലെയൊക്കെ ബ്രാക്കറ്റൊക്കെ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുവാണോ? എനിക്കറിയില്ല നിങ്ങൾ കാണാതെയാണോ എങ്ങനെയാണെന്ന്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിക്ക് ഇതാ ഇവിടെ ഞാൻ റിവീൽ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഈ ട്രിക്കും എല്ലാവരും അറിയും. അപ്പോൾ ആരോടും പറയൽ, എൻ്റെ പിള്ളേർ പഠിച്ചു വെച്ചേക്കുക, ബാക്കിയുള്ളവർ കഷ്ടപ്പെടട്ടെ കേട്ടോടാ. അങ്ങനെയൊന്നും വിചാരിക്കില്ല, നമ്മൾ നമ്മുടെ കൂട്ടുകാരെയും സഹായിക്കണം. അങ്ങനെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഷെയർ ചെയ്ത് അവർക്കും കൂടെ അറിയിക്കടാ, ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാം മക്കളെ, ഞാനിവിടെ ഒരു എളുപ്പമാർഗ്ഗമാണ് ഇത്, എൻ്റേതായിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ അത് എത്രത്തോളം വർക്കൗട്ട് ആവണമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വർക്കൗട്ട് ആവുമോ എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ ഈ 3 അക്ഷരങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോഴാണ് കൺഫ്യൂസ് ആവുന്നത്. കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തായാലും നോക്കുക, നമ്മൾ ഈ എക്സിനൊരു വാല്യൂ അങ്ങ് ഇടുക, എക്സിനൊരു വില അങ്ങ് ഇട്ട് വയ്ക്കുക. എക്സിൻ്റെ വില ഞാൻ പറയുന്നു 10. സൂക്ഷിച്ചങ്ങ് പോയി. എക്സ് എപ്പോഴും 10. ഈ കണക്കിൽ മൊത്തം നമ്മൾ എക്സിന് 10 കൊടുക്കത്തുള്ളൂ. അതെനിക്ക് വൈക്ക് നമ്മൾ മൊത്തത്തിൽ ഈ കണക്കിൽ 6 എന്ന വാല്യൂ കൊടുക്കുന്നുള്ളൂ. അതെനിക്ക് ഇസഡ് എന്ന് പറയുന്ന ഇതിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ 2 ആണ്. ഓക്കെയാണ്, സെറ്റാണ്. ഇപ്പോൾ ഇതൊരു ട്രിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ചോദിക്കരുത് ഈ എക്സിന് എങ്ങനെ 10 കിട്ടി സാർ, വൈക്ക് ഇങ്ങനെ 6 കിട്ടി, അങ്ങനെയൊന്നുമില്ല. എക്സ് ഏതോ സംഖ്യ ആവാമല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യ ആവാം. വൈ എന്ന് പറഞ്ഞത് എക്സിനെ പോലിരിക്കുന്ന മറ്റൊരു സംഖ്യയാണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഖ്യ, അതിനെയാണല്ലോ നമ്മൾ എക്സ് വൈ ഇസഡ് എന്ന് വിളിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുകയാണ്. ക്വസ്റ്റ്യനാണ് ഞാൻ എടുത്തെഴുതുന്നത്, ശ്രദ്ധിച്ച് കാണണേ, ചുമ്മാ കൺഫ്യൂഷനില്ലേ. ക്വസ്റ്റ്യൻ എഴുതുകയാണ്. എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് എന്ന ക്വസ്റ്റ്യൻ എഴുതുന്നു. ഈ എടുത്ത് വെച്ചേക്കുന്ന വിലയെല്ലാം എടുത്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് ഉത്തരം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ എക്സിന് വാല്യൂ കൊടുക്കുന്ന 10 മൈനസ് 6 പ്ലസ് 2 എന്ന് കൊടുക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. 10 നിന്ന് 6 പോയാൽ ബാക്കി എത്ര? 4. 4നോട് 2 കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം എന്ത് കിട്ടുക? 6. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6. അപ്പോൾ 6 എന്ന ഉത്തരം കിട്ടുന്ന ഓപ്ഷനാണ് ഇനി പൊക്കേണ്ടത് കേട്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് കിട്ടി? ക്വസ്റ്റ്യൻ്റെ ആൻസർ 6 എന്ന് കിട്ടിയെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഈ 6 എന്ന ഉത്തരം കണ്ടുപിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തെറ്റത്തില്ല കേട്ടല്ലോ. ഇത് തെറ്റാതെ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ, അല്ലാതെ എല്ലാം അറിയാവുന്നവർക്ക് വേണ്ട. എല്ലാം അറിയുന്നവരും മിടുക്കർ തന്നെയാണ്. ചോദിക്കും എന്നോട്, ഇത് സമയം പോകുന്ന പരിപാടിയില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ? തെറ്റിപ്പോകുന്നവർക്ക് വേണ്ടി ഇത് പഠിച്ചു വയ്ക്കുക. അവർ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ എ ഓപ്ഷൻ നമുക്ക് എടുത്തെഴുതാം. എ ഓപ്ഷനിൽ ഇത് വർക്കൗട്ട് ആവും നോക്കാം. എക്സ് മൈനസ് ബ്രാക്കറ്റിനകത്ത് വൈ മൈനസ് ഇസഡ് എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മൈനസ് ബ്രാക്കറ്റിനകത്ത് വൈ ആണ്. വൈ എന്ന് പറഞ്ഞാൽ 6. 6 മൈനസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എത്ര ഞാൻ ഇട്ടേക്കുന്നത്? 2. ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, കണക്കിൽ എപ്പോഴും ബ്രാക്കറ്റാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഏതാ കണക്കിൽ ചെയ്യേണ്ടത്? എപ്പോഴും ബ്രാക്കറ്റാണ് ചെയ്യണം. അല്ലാതെ 10 നിന്ന് 6 കുറച്ച് 4 എന്ന് എഴുതി വെക്കരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. അപ്പോൾ 10ന് മാറ്റമില്ല. 10 മൈനസ് എന്തെന്ന് വരും? ബ്രാക്കറ്റിനകത്ത് ഉത്തരം 6 മൈനസ് 2. 6 മൈനസ് 2 എത്ര? 4. 10 നിന്ന് 4 കുറച്ച ഉത്തരം എന്ത് കിട്ടും? 6 കിട്ടും. അപ്പോൾ എ ഓപ്ഷൻ എന്താണ്? തുല്യമല്ലാത്തതാണോ? ക്വസ്റ്റ്യൻ നോക്കടാ, തുല്യമല്ലാത്തതാണോ എ ഓപ്ഷൻ? അല്ല, തുല്യം
ആണ്, തുല്യം ആണ്. അപ്പോൾ എ ഓപ്ഷൻ അല്ല, ആൻസർ കിട്ടി. ഇനി ബി ചോദ്യം എന്ന് പറയുന്നത് നോക്കുക, ഇസഡ് പ്ലസ് ബ്രാക്കറ്റിനകത്ത് എക്സ് മൈനസ് വൈ ആണ്. ഞാൻ ബി ഓപ്ഷനാണ് എടുക്കുന്നത്. ബി ഓപ്ഷൻ എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ ആ കണക്കൊന്ന് ചെയ്ത് നോക്കുന്നു. ഇസഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് ബ്രാക്കറ്റിനകത്ത് എക്സ് എത്ര 10 എന്നാണ് എടുത്തേക്കുന്നത്. 10 മൈനസ് വൈ എത്ര, വൈ എന്നെടുത്തത് 6 ആണ്. കണക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. 2 പ്ലസ് നമ്മൾ കണക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. 10 മൈനസ് 6 എത്രയാണ് 4. അപ്പോഴും കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 6 കിട്ടും. അപ്പോൾ എയുമല്ല ഓപ്ഷൻ ബിയുമല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6. ഇവിടെ 6 കിട്ടി, ഇവിടെ 6 കിട്ടി. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. അടുത്ത സി ഓപ്ഷനിലൊന്ന് ഇട്ട് കൊടുക്കാം. എക്സ് മൈനസ് ബ്രാക്കറ്റിനകത്ത് വൈ പ്ലസ് ഇസഡ്. ഞാൻ ഇപ്പോൾ ഇട്ടത് സി ഓപ്ഷനാണ്, സി ഓപ്ഷനാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് കൊടുക്കാം എക്സിൻ്റെ വാല്യൂ 10 മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാണ് 6 പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ് 2. അപ്പോൾ എന്ത് വരും ഇവിടെ? ആദ്യം ചെയ്യേണ്ടത് എവിടെ? ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. അപ്പോൾ എന്ത് വരും? 10 മൈനസ് 8 എന്ന് പറയുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 2. ഉത്തരം എന്തോ കിട്ടിയത് മക്കളെ? ശ്രദ്ധിക്കടാ, ഇവിടുത്തെ ഉത്തരം 2 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനെ പോലെ 6 അല്ല കിട്ടിയത്. അപ്പോൾ തുല്യമല്ലാത്തതേത്, തുല്യമല്ലാത്തതേത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിൽ നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. ഡി ഓപ്ഷൻ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക 6 കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ട്രിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണ്, സെറ്റാണ്. നമുക്ക് മറ്റൊരു ചോദ്യം ചെയ്തു നോക്കാം. എടാ, തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. തുല്യമായതാണ് ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡിന് തുല്യമായത്. എന്താ ചോദ്യം? തുല്യമായതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും പഴയപടി നമുക്ക് ചെയ്യാമല്ലോ. പഴയപടി എന്തോ ചെയ്യുന്നത്? നമ്മൾ എക്സിന് നമ്മൾ 10 എന്ന് കൊടുക്കുക, വൈക്ക് നമ്മൾ 6 എന്ന് കൊടുക്കുക, ഇസഡിന് നമ്മൾ എന്തെന്ന് കൊടുക്കുക 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എക്സ് മൈനസ് വൈ ബ്രാക്കറ്റിനകത്ത് പ്ലസ് ഇസഡ്. അപ്പോൾ നമ്മൾ ചെയ്തു നോക്കുന്നു. ബ്രാക്കറ്റിനകത്ത് 10 മൈനസ് 6, വെളിയിൽ 2. ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ലേ? ഇനി ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 10 6 പോയ 4, 4 പ്ലസ് 2 എന്ന് കിട്ടും. 4 പ്ലസ് 2 ഉത്തരം എന്ത് കിട്ടി? 6. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6. ഇനി എന്തോ ചോദ്യം? തുല്യമായതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 6 കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എ ഓപ്ഷൻ ഇടുന്നു. എക്സ് മൈനസ് ബ്രാക്കറ്റിനകത്ത് വൈ പ്ലസ് ഇസഡ്. എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. ശ്രദ്ധിക്കണം, എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മൈനസ് ബ്രാക്കറ്റിനകത്ത് 6 പ്ലസ് 2. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. 10 മൈനസ് 8 എന്ന് കിട്ടും. ഉത്തരം 2. അപ്പോൾ തുല്യമായതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ? അല്ല. ഇനി ബി ഓപ്ഷൻ ഇട്ട് കൊടുക്കുന്നു. എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് എന്ന് നമ്മൾ ചെയ്തു നോക്കുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 6 മൈനസ് 2 ആണ്. അപ്പോൾ ആൻസർ 10 പ്ലസ് എന്തെന്ന് കിട്ടും? 6 മൈനസ് 2 4. അപ്പോൾ ഉത്തരം 14 ആണ്. അപ്പോൾ ബി ഓപ്ഷനും അല്ല. ഇനി സി ഓപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നു. എക്സ് മൈനസ് ബ്രാക്കറ്റിനകത്ത് വൈ മൈനസ് ഇസഡ്. എക്സ് എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 മൈനസ് 6 മൈനസ് 2. അപ്പോൾ എന്ത് കിട്ടും? 10 മൈനസ് 6 മൈനസ് 2. നോക്കടാ, ബ്രാക്കറ്റല്ലേ ആദ്യം ചെയ്യേണ്ടത്. എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 10 മൈനസ് 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 6 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓപ്ഷൻ സിയിലാണ് 6 കിട്ടിയത്. ക്വസ്റ്റ്യനും 6 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡിൻ്റെ ഇക്വേഷൻ തുല്യമായത് ഏത് എന്ന് ചോദിച്ചാൽ എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്. അപ്പോൾ ഇതുപോലെ ചെയ്യേണ്ടത് തെറ്റുമെന്ന് ഉറപ്പുള്ള കുട്ടികൾ ഈ രീതിയിലൊന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുക്കുമ്പോൾ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ക്യാൻസലായി പോയതായിരിക്കാം എന്ന് ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഓർത്ത് വെച്ചേക്കുക. ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെ അപ്ഡേഷനും മറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതോടൊപ്പം വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻ അറിയാം. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ബാക്കി പഠിപ്പിക്കും. ഇന്നത്തെ വീഡിയോ ഇച്ചിരി വലുതായി പോകുന്നതുകൊണ്ടാണ് ഈ തോനെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കാണാനായിട്ട് ഓടി വരിക. അപ്പോൾ നമുക്ക് അവിടെ കുറേ ചോദ്യങ്ങൾ ഇതുപോലെ ലൈവായിട്ട് നിന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുള്ള വിശ്വാസത്തിൽ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ബൈ, താങ്ക് യു.